വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് രാവിലെ തന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതെല്ലാം തീർത്തിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചെറിയൊരു ചൂടുവെള്ളമൊക്കെ ആയിട്ട് ഞാൻ കിച്ചണിനോട് ചേർന്നിട്ടുള്ള ഒരു ബാൽക്കണിയിൽ ഇങ്ങനെ പോയി നിൽക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സമയത്തൊരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പം നല്ലൊരു അന്തരീക്ഷമാണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ് കേട്ടോ. അത് ചെന്നൈയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ആ ഡിഫറൻസ് അറിയാൻ പറ്റും. നല്ല ചൂടുള്ള സമയത്ത് എഴുന്നേറ്റ് വരുമ്പോഴുള്ള നമ്മുടെ ഒരു ഫീലിങ്ങും ഈ ഒരു സമയത്തുള്ളതും ഭയങ്കര ഡിഫറെൻ്റാണ് കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് ഈ സമയത്തിൻ്റെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ എന്താ പറയുക, ഈ വെതറിൻ്റെയൊക്കെ ഒരു ഞാനത് എത്രമാത്രം എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ചൂടൊട്ടും പറ്റില്ല, തണുപ്പാണ് എനിക്ക് ഇഷ്ടം. തണുപ്പ് ഒരു പരിധി വരെയൊക്കെ ഞാൻ സഹിക്കും, പക്ഷേ ചൂട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ചെന്നൈയിൽ ചൂടറിയാലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കധികം അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പുട്ടും പയറുമാണ്. പയർ കറി ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അപ്പോൾ അതൊന്ന് ചൂടാക്കിയാൽ മതി. വൻപയറാണ്. പിന്നെ മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എടുത്ത് ചൂടാറി കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രിഡ്ജിലങ്ങ് എടുത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ പുട്ട് ഞാനെപ്പോഴും ഇങ്ങനെ പുട്ട് പൊടി വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അത് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പുട്ടുപൊടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് എനിക്ക് ഇച്ചിരി പാടാട്ടോ. പിന്നെ ഇവിടെ പൊടിപ്പിക്കാനായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്യണം എന്നൊരു പ്ലാനൊക്കെ ഉണ്ട് മനസ്സിൽ. അപ്പം ഭാവിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പം ഡബിൾ ഹോൾസിൻ്റെ പുട്ടായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അതിൽ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫർ പോലെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ചെയ്ത് നോക്കിയപ്പം എനിക്ക് 10 രൂപ കിട്ടി കേട്ടോ രാവിലെ തന്നെ. മിക്കവാറും ഇത് കാണാറുണ്ട്, പക്ഷെ ഞാനത് പാക്കറ്റ് തീർന്നു കഴിയുമ്പോൾ ഞാൻ ഓർക്കൂല, പെട്ടെന്ന് കളഞ്ഞു പോവും. ഇന്നെന്തായാലും ഞാനത് ഓർത്ത് വെച്ച് ചെയ്തതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് 10 രൂപ ക്രെഡിറ്റ് ആയി. അപ്പോൾ നമുക്ക് കുറച്ച് പയറൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. ഇവിടെ അങ്ങനെ എല്ലാ കടകളിലും എപ്പോഴും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഈ അച്ചിങ്ങ ഉണ്ടല്ലോ, പയർ, അതധികം കിട്ടൂല കേട്ടോ. ചില സ്ഥലത്തൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഷൈച്ചേട്ടൻ കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കും. അപ്പോൾ ചതച്ച മുളകിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ മെഴുക്കുവരട്ടിയും തോരനൊക്കെ ഉണ്ടാക്കുമ്പം വേറൊരു രീതിയിൽ ഉണ്ടാക്കിയിരുന്നത്. അതായത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് ആദ്യം ഈ പച്ചക്കറി എന്താണെങ്കിലും അതൊന്ന് വെള്ളമൊഴിച്ച് വേവിക്കും. എന്നിട്ട് ഇതുപോലെ നമ്മൾ സവോള ഉള്ളിയോ എന്ന് വെച്ചാൽ വഴറ്റിയിട്ട് അതിലേക്ക് ഇതുപോലെ ഇട്ട് വേവിച്ചതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കും. അപ്പോൾ എനിക്ക് കുറച്ച് സമയവും കൂടുതൽ വേണം അതിന്. പിന്നെ 2 പാത്രവും കഴുകാനുണ്ടാവും. എക്സ്ട്രാ ഒരു പാത്രത്തിലല്ലേ നമ്മൾ വേവിക്കുക. അപ്പോൾ ഞാനപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഒറ്റ പാത്രത്തിൽ തന്നെ കാര്യം നടക്കും, വേഗം കഴിയുകയും ചെയ്യും. നമുക്കങ്ങനെ ഇതും വെച്ച് വെന്ത് കഴിഞ്ഞ് പിന്നെ വേറൊരു പാത്രം വെച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. രുചിക്കും അങ്ങനെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു രീതിയും കൂടെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇപ്പുറത്ത് ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാൽ ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ. ഒരു വീട്ടിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ അവർ കൊണ്ടുത്തരും. രാവിലെ ഒരു 9-9:30 ആകുമ്പോഴേക്കും പാൽ വരും. അപ്പോൾ ഞാൻ അത് തിളപ്പിച്ച് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലത്തേക്കാണ് അത് ഉപയോഗിക്കുക. തലേദിവസത്തെ പാൽ അങ്ങനെയാണ് ഉപയോഗിക്കുക. ഒരുപാട് രാവിലെ പാൽ എത്തില്ല. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് വേഗം പണികളൊക്കെ ഒന്ന് തീർത്ത് വെച്ചിട്ട് നമുക്ക് പാറുവിൻ്റെ സ്കൂളിൽ പോകാനായിട്ടുള്ള ഒരു തിരക്കിലാണ്. പാറുവിന് ഇന്ന് അവിടെ ഒരു ഫാൻസി ഡ്രസ് ഉണ്ട്. കോമ്പറ്റീഷനൊന്നും അല്ല കേട്ടോ. ഇവരുടെ സ്കൂളിൽ അങ്ങനെ കാര്യമായിട്ട് കോമ്പറ്റീഷനോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ വയ്ക്കും. അത് ഇവരുടെ ഈ കരിക്കുലം ബേസ്ഡ് ആയിട്ട് അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് അവർ ചെയ്യുക. കുട്ടികളുടെ ഈ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും അവരുടെ സ്റ്റേജ് ഫിയർ ഒന്ന് മാറിക്കിട്ടാനും ഒക്കെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ അവൾക്ക് ഇതുപോലെ റാമ്പ് വോക്കൊക്കെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സിൻ്റെ പഠിപ്പിച്ച സമയത്ത്. പക്ഷേ അത് അന്ന് അവൾ ഉണ്ടായിരുന്നതിലും കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയിരുന്നത്. കാരണം എന്താണ് സംഭവം എന്നുള്ള അവൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, റാമ്പ് വോക്ക്. അപ്പോൾ പിന്നെ ഇവരെ സ്കൂളിൽ വെച്ചിട്ട് അതിൻ്റെ കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും ഇപ്പോൾ എന്താണ് സംഭവം, അവിടെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളൊരു ഐഡിയ അവർ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനും പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഒരു 2 സെൻറ്റൻസ് അവരോട് സംസാരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിള്ളേരൊക്കെ ചിലപ്പം നന്നായിട്ട് വീട്ടിൽ പറയുന്ന പിള്ളേരായിരിക്കും. അവിടെ ചെന്ന് എല്ലാവരെയും കണ്ടു കഴിയുമ്പം ചിലപ്പം വാ തുറക്കില്ല. അങ്ങനെ ചില പിള്ളേർ ഭയങ്കര കരച്ചിലായിരിക്കും. ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് വന്ന് നിൽക്കാൻ പോലും ഒരു എന്താ പറയുക, പേടിയും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അതൊന്ന് മാറി എല്ലാവരും ആ സ്മാർട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഈ ഒരു ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. എനിക്കെപ്പോഴും അവരുടെ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുതായിരുന്ന സമയത്ത് എന്നെ ആദ്യമായിട്ട് അംഗൻവാടിയിൽ ആക്കിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അവിടെ ആദ്യം പോയ സമയത്ത് ഞാനാണെങ്കിൽ വീട്ടിൽ തന്നെ അങ്ങനെ വേറെ കുട്ടികളൊന്നും അങ്ങനെ ഷെയർ ചെയ്യാനോ അങ്ങനെ ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഷെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ആ സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഈ അംഗൻവാടി കൊണ്ടാക്കിയപ്പം ഞാൻ വേറൊരു കുട്ടിയായിട്ട് എന്തോ കളിപ്പാട്ടത്തിന് എന്തോ വഴക്കായി. അങ്ങനെ അടിയായിന്ന് തോന്നുന്നു. എനിക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്നും ഓർമ്മയില്ല. പക്ഷേ എന്നെ അവിടുത്തെ ടീച്ചർ വഴക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ചെന്നിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എന്താണ് പറഞ്ഞത് അങ്ങനെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്കത് മനസ്സിന് ഭയങ്കര പ്രയാസമായിപ്പോയി. അപ്പം ഞാൻ അന്നേരം കരഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ആ സ്കൂളിലേക്ക്, അതായത് അംഗൻവാടിയിലേക്ക് ഞാൻ പോവേയില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഞാൻ ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. സമ്മതിച്ചില്ല ഞാൻ പോകാനായിട്ട്. വീട്ടുകാരും ആകെ ഇതായിപ്പോയി. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വീട്ടിൽ അവരെ വിളിച്ച് ചോദിച്ചു. അവരും ആകെ പേടിച്ചു പോയി. കാരണം ഞാനിങ്ങനെ ബഹളം വെക്കുന്നു, വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇല്ലാതെ പിള്ളേരങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പം എന്നിട്ട് പിന്നെ വേറൊരു അംഗൻവാടി, അതായത് അടുത്തുള്ള അംഗൻവാടിയിൽ നിന്ന് മാറി വേറൊരു കുറച്ചും കൂടെ ദൂരെയുള്ളൊരു അംഗൻവാടിയിലാണ് ഞാൻ പോയത്. അതും പോയത് എൻ്റെ അമ്മമ്മ കൊണ്ടുപോയിട്ട്, ഞാൻ വിടില്ല, ആളുടെ സാരിയുടെ തുമ്പത്ത് ഇങ്ങനെ പിടിച്ചേക്കും. എന്നിട്ട് എന്നെ കാണാതെ എപ്പോഴെങ്കിലും പോരാൻ ചാൻസ് കിട്ടിയാൽ മാത്രമേ അമ്മമ്മയ്ക്ക് പോരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാനും അമ്മമ്മയും കൂടെ തിരിച്ച് ഒരുമിച്ച് വരും. അങ്ങനെയായിരുന്നു പരിപാടികൾ. അപ്പോൾ ഞാനിതുകൊണ്ട് തന്നെ പാറുവിനെ സ്കൂളിൽ വിട്ട സമയത്ത്, സ്കൂളിൽ ചേർക്കാനായിട്ടുള്ള സമയത്ത് എനിക്ക് പരിചയമുള്ള ആൾക്കാരോട് ചോദിച്ചു. ഇവിടെ എനിക്ക് വലിയ സ്കൂളുകൾ എങ്ങനെയാണെന്നൊന്നും കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ നമ്മുടെ കേരള സമാജത്തിൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ പറ്റുന്നവരോടൊക്കെ അന്വേഷിച്ചു. പിന്നെ ഞങ്ങൾ നമ്മുടെ താമസിക്കുന്ന ഏരിയയിലാണല്ലോ ആദ്യം നോക്കുക. അങ്ങനെ അന്വേഷിച്ചു. പല സ്കൂളുകളും പോയി കണ്ട്, 4-5 സ്കൂൾ പോയി കണ്ട്, കുറച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയ സ്ഥലത്താണ് കേട്ടോ പാറുവിനെ ഞാൻ ചേർത്തത്. എനിക്കത് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ നമ്മുടെ ക്യൂട്ടീസിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. Thank you, everyone.
നമ്മുടെ കുട്ടീസിൻ്റെ പരിപാടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡേ അവിടെ സ്കൂളിൽ പോകാനായിട്ട്. കഴിഞ്ഞ തവണ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ഷൈച്ചേട്ടന് വരാൻ പറ്റിയില്ല. ഇത്തവണ പാറു പാരൻസ് രണ്ടുപേരും പാരൻസ് വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഷൈച്ചേട്ടനെയും കൂട്ടിയിട്ടാട്ടോ പോയത്. അപ്പോൾ അത് അവിടെ നിന്ന് വന്നിട്ട് പിന്നെ ചോറ് വെച്ചു. അതൊരു കഥയാണ്. ചോറ് വയ്ക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അതായത് ചോറ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ പെട്ടെന്ന് പൊന്നി റൈസ്, നമ്മുടെ വൈറ്റ് റൈസ് ഉണ്ടല്ലോ, അത് വേഗം വെന്ത് കിട്ടും, അത് വെച്ചു. പിന്നെ അതായത് ഇന്നലെ ഞാൻ വെച്ച ഞണ്ട് കറി കേട്ടോ. അപ്പോൾ ഞണ്ട് കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഇത് ഇന്നലെ വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനെടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. നല്ല ഞണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ കടലിലെ ഞണ്ടുണ്ടല്ലോ, അത് വാങ്ങിച്ചു. വല്ലപ്പോഴൊക്കെ ഞണ്ട് വാങ്ങിക്കുള്ളൂ. എന്തായാലും എനിക്ക് ഇങ്ങനെ ചാറ് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ പൊട്ടറ്റോ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞണ്ടിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ വെക്കാറില്ല എന്നുണ്ടെങ്കിൽ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ഷെയർ ചെയ്യാമേ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടാണ് പോയത്. ഇതായിപ്പോൾ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തുണി വിരിച്ചതൊക്കെ ഉണങ്ങി കിടക്കുമായിരുന്നു ഞങ്ങൾ വന്നപ്പോഴേക്കും. അപ്പോൾ തലേദിവസം വൈകുന്നേരം ഞാൻ വിരിച്ചിട്ടതാണ്. അപ്പോൾ അതെടുത്തു. അങ്ങനെ ഓരോരോ പണികൾ പടപടാന്ന് ചെയ്ത് തീർക്കുവാണ്. ചോറ് ആയിട്ടുണ്ട്, കുക്കർ വിസിലൊക്കെ പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ പയർ മെഴുക്ക് വരട്ടിയും പിന്നെ ഒരു മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ വറുത്തിട്ട് ഷൈച്ചേട്ടന് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ വറുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കി. അപ്പോൾ ഇതൊക്കെ ചെയ്ത് മീൽ പ്രിപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ടാണ് കേട്ടോ എനിക്ക് കുറച്ച് റിലാക്സേഷൻ തോന്നുന്നത് ഈ ജോലി ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇത് സമയത്തിന് ചെയ്ത് തീർക്കണം എന്നുള്ള ഒറ്റ ശ്വാസത്തിലായിരിക്കുള്ളൂ ഞാൻ പണികൾ ചെയ്യാം. ഇതെനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ മീൽ പ്രിപ്പ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ തുണിയൊക്കെ കുറച്ച് വിരിക്കാനും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ വിരിച്ചെൻ്റെ പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയും കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.